പെൺകുട്ടികളോടൊരു കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി പറയാൻ, ഒരു ബാപ്പ എന്നുള്ള നിലക്കും ജേഷ്ഠൻ എന്ന നിലക്കും അധ്യാപന നിലക്കും നിങ്ങൾ കേട്ടോളിൻ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആൺകുട്ടിക്ക് തൊടുവാൻ നിങ്ങളിങ്ങനെ നിൽക്കാനെരികൊളിൻ. നിങ്ങളുടെ ദേഹത്ത് വന്നൊരു ആൺകുട്ടികളെ തൊടുന്നു, നിങ്ങൾ എന്താ പ്രതികരിക്കുക? നിങ്ങൾ ചിലപ്പോൾ കൈമാറ്റും, ചിലപ്പോൾ ഒന്ന് അടിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഡ്രസ്സിൽ ഒരാൾ വലിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? പെൺകുട്ടികളെ, നിങ്ങൾ ശക്തമായി ഇടപെടും അല്ലേ? നിങ്ങളുടെ യാത്രയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് തൊട്ടുരുമി ഒരാൾ നിൽക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, കൈകൾ കൊണ്ടാറ്റും അല്ലേ? എന്നാൽ അയാൾക്ക് നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്, അയാൾക്ക് നിങ്ങളെ തോന്നിവാസം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അയാൾക്ക് നിങ്ങളുടെ ശരീരം പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അയാൾ ബുദ്ധിമാനാണെങ്കിൽ അയാൾ ചെയ്യുന്ന ഒന്നാമത്തെ വള്ളിയാണ്, ഒന്നാമത്തെ കെണിയാണ് നിങ്ങളെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നലെ വരെ അയാൾ തൊട്ടാൽ അടിച്ചിരുന്ന നിങ്ങൾ ഇന്നു മുതൽ പ്രേമിച്ചു കഴിഞ്ഞാൽ തൊടാൻ കൈകൾ നീട്ടിവെച്ചു കൊടുക്കും. ഇരിക്കാൻ നിങ്ങൾ വണ്ടി വാടകയ്ക്കെടുത്തു കൊടുക്കും. വീട്ടിൽ ആരുമില്ലാത്ത സമയം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആരാരും വരാത്ത സ്ഥലം നിങ്ങൾ അറിയിച്ചു കൊടുക്കും. കള്ളത്തരങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളെ ചതിക്കുവാൻ ഉദ്ദേശിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളം നിങ്ങളെ പ്രേമിച്ച് വഞ്ചിക്കുക എന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ വടിയിലേക്ക് നിങ്ങൾ പോയിട്ട് പിന്നെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് റമദാനിൽ തറാവീഹിന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ അള്ളാഹു എങ്ങനെ പരിഗണിക്കും എന്ന് കണ്ടറിയണം.